السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدًا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, നേതാക്കളെ, അതിലുപരി ഇന്നത്തെ ഏറ്റവും പ്രധാന അതിഥികളായ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് വിധേയമായവരാണ് നമ്മൾ. ഈ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുവാനും വ്യത്യസ്തമായ പഠന സെക്ഷനുകളിൽ പങ്കെടുത്ത് അറിവ് ശേഖരിക്കാനുമാണ് നമ്മൾ എത്തിച്ചേർന്നത്. അല്ലാഹു ഈ അധ്വാനവും യാത്രയും ഇരുത്തവും പഠനവുമെല്ലാം ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് കഴിവുകളുള്ള പ്രഗത്ഭരായ ആളുകളുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് ഗായകരും പാടാൻ കഴിവുള്ളവരും ഒക്കെ ഈ സദസ്സിലുണ്ട്. എന്തായാലും പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനിലുള്ള മഹനീയ മാതൃകയും ആ പ്രവാചകൻ്റെ ആദർശവും കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കും. നമുക്കുള്ള വ്യക്തമായ റോൾ മോഡൽ അത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് പോലും ലോകർക്ക് ഏറ്റവും വലിയ മാതൃക ഈ പ്രവാചകനിലുണ്ട്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. ആർക്ക്? അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിക്കുന്നവർക്ക്, പരലോകം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല മാതൃക മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തി തരാൻ. മാത്രമല്ല, പ്രവാചകനെ എന്തിനു വേണ്ടി നിയോഗിച്ചു എന്നുള്ളത് ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സകലമാന സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ്
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ, ഏറ്റവും കൂടുതൽ പിന്തുടരാൻ നമുക്ക് പഠിപ്പിച്ചതും ആ പ്രവാചകനെയാണ്. കാരണം എന്താണെന്നറിയോ? നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, സ്നേഹമുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, റസൂലിനോട് എന്തെങ്കിലും ഒരു അത്യാഗ്രഹം പ്രവാചകനുണ്ടെങ്കിൽ അത് സമ്പത്തിനോടായിരുന്നില്ല. പ്രവാചകൻ അത്യാഗ്രഹം ദുനിയാവിനോടായിരുന്നില്ല. ഇവിടെ ഈ കൊപ്പത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്ന നമ്മളോട് ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വലിയ അത്യാഗ്രഹമുള്ള പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് രക്ഷപ്പെടാൻ, നമ്മളൊന്ന് വിജയിക്കാൻ, നമ്മളുടെ സന്തോഷം കാണാൻ നമുക്ക് ഏറ്റവും വലിയ സ്ഥാനം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സ്നേഹം നമുക്ക് കാണണമെങ്കിൽ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭങ്ങളിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ പ്രവാചകൻ അവസാന നിമിഷങ്ങളെ കഴിച്ചു കൂട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ എങ്ങനെ ചലിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ പ്രവാചകൻ എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയ സ്വഹാബ പ്രവാചകന്റെ ചുണ്ടുകളിലേക്ക് കാതോർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിളിക്കുന്നത്, ആയിഷ നീ എവിടെ എന്നല്ല, എൻ്റെ ഹസനും ഹുസൈനും എവിടെയെന്നല്ല, ഫാത്തിമ എന്ന പ്രവാചകന്റെ കരളിൻ്റെ കഷ്ണത്തെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്, ഇന്ന് ഈ ഹോളിൽ വന്നിരിക്കുന്ന നമ്മെപ്പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രവാചകൻ വിളിച്ചു, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ സമുദായമേ, എൻ്റെ സമുദായമേ, അസ്വല അസ്വല. നിസ്കാരത്തിൻ്റെ കാര്യം ഒന്ന് ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അത്രയും നമ്മളോട് അത്യാഗ്രഹമുണ്ടായിരുന്ന, നമ്മളോട് സ്നേഹമുള്ള ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയമുള്ളവരെ, ആ മുത്തുനബിയുടെ മാതൃകയിൽ സഞ്ചരിച്ച് പരലോകത്ത് സ്വർഗത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടണം. അതിനെന്താണ് മാർഗം? അതിനുള്ള മാർഗം എന്താണ്? ആ പ്രവാചകനെ സ്നേഹിക്കുന്ന, നബിയോട് ഇഷ്ടമുള്ളവരല്ലേ നമ്മൾ, അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? അള്ളാഹുവിനെയാകണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം. അള്ളാഹിൻ്റെ ഈമാനിൻ്റെ മധുരം ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അതിൽ പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിനോടും റസൂലിനോടും ഏറ്റവും വലിയ ഇഷ്ടമുണ്ടാവുക. നമ്മളുടെ ശരീരത്തെക്കാളും ഇഷ്ടം ആരോടാ? റസൂലുള്ളാഹിനോട്. ഈത്തപ്പന മരത്തോട്ടങ്ങളാൽ നിബിഡമായി കിടക്കുന്ന മദീനയുടെ ഇടവഴികളിലൂടെ സഞ്ചരിച്ചു പോയ ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തത സഹചാരികളിൽ ശ്രദ്ധേയനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ലോകത്തെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, എന്നെ കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് അങ്ങയാണ്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, പോരോ ഉമറേ, എന്നെക്കാളുപരി, നിന്നെക്കാളുപരി നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ വിശ്വാസം പൂർണ്ണമല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനും ഞാൻ തയ്യാറാ റസൂലേ. ഈ ഉമറിനെക്കാളും എനിക്കിഷ്ടം അങ്ങയോടാ റസൂലേ. അത്ര വലിയ സ്നേഹമുണ്ടാകേണ്ടതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ പ്രവാചകനെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാനുള്ളത് പ്രവാചകനെ മാതൃകയായി സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടാണ്. നിങ്ങൾക്കറിയോ, ഒരു നല്ല മാതൃക ഇപ്പോൾ ഹൈന്ദവ സമുദായങ്ങളൊക്കെ ആദരവോടുകൂടെ കാണുന്ന മഹചരിതമാലയിൽ എഴുതി വെക്കാണ്, ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ല ഒരു വിവാഹം നടത്തി മാതൃക കാണിച്ചതാരെന്നറിയോ? അത് മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയുടെ വിവാഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അതൊന്നും മനസ്സിലാക്കണില്ല. കൃഷ്ണദ്വൈപായന വേദവ്യാസന്റെ ഭവിഷ്യത് പുരാണത്തിൽ മഹാനായ പ്രവാചകനെ പറ്റി പറഞ്ഞത്, യദസ്മിൻ നന്ദരേ മ്ലേച്ഛാചാര്യന സമുന്നിത മഹാമദതിഖ്യാത ശിഷ്യശാഖ സമന്വിത. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായ ഒരു പ്രവാചകൻ കടന്നു വരും. അദ്ദേഹം മുഹമ്മദ് എന്ന ഖ്യാതി നേടും. ശിഷ്യന്മാരോട് കൂടെയാ കടന്നു വരിക. അവർ ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായിരിക്കുമെന്ന് പ്രവാചകനെ പറ്റി പറയുന്നുണ്ട്. ആ പ്രവാചകന്റെ മാതൃക നമുക്കൊന്ന് പിന്തുടരാം. നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് അല്ലാഹനെ ഇഷ്ടമുണ്ടോ, അല്ലാഹ് നിങ്ങളെ തിരിച്ചിഷ്ടപ്പെടും. പക്ഷെ എന്ത് വേണം? ഖുൽ റസൂൽ അവരോട് പറഞ്ഞു കൊടുക്കണേ, പ്രവാചകരെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിന്തുടരണേ, അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെട്ടാൽ
അള്ളാഹ് തിരിച്ച് നിങ്ങളെ ഇഷ്ടപ്പെടും. നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് തിരിച്ച് നമ്മളെ ഇഷ്ടപ്പെടും. എന്നാൽ നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹു തിരിച്ച് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു കണ്ടീഷൻ പറഞ്ഞു. ആ കണ്ടീഷൻ എന്താണ്? ഫത്തബിഊനി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന എന്നെ നിങ്ങൾ പിന്തുടരണമെന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹിനെ പിന്തുടരാൻ നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തമായ അധ്യാപനം ലോകത്തിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണമെന്നാണ്. ആ സൽസ്വഭാവം എവിടെ നിന്നാണ് പഠിക്കുക? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ പ്രവാചകന്റെ സൗണ്ടിനേക്കാൾ, പ്രവാചകൻ പറയുന്നതിനേക്കാൾ, ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു തന്ന ലോകത്തിന്റെ മുന്നിൽ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയാ, അലൈകാ ബി ഹുസ്നിൽ ഖുൽഖി യാ അബാ ഹുറൈറ, സൽസ്വഭാവത്തോടുകൂടെ പെരുമാറണമെന്ന് അത് നിന്റെ മേലെ നിർബന്ധമാണ് അബൂ ഹുറൈറ എന്ന് പറയുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, വമാ ഹുസ്നുൽ ഖുൽഖി യാ റസൂലല്ലാഹ്, ഏതാണ് നബിയെ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ പറയാണ്, തസ്വിൽ മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കലാണ്. വതുഅതി മൻ ഹറമക, നിനക്ക് നൽകില്ല എന്ന് പറഞ്ഞ് തടഞ്ഞവനോട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കലാണ്. വതഅഫു അമ്മൻ സലമക, ഇങ്ങോട്ട് അക്രമം ചെയ്തവനോട് അങ്ങോട്ട് മാപ്പ് കൊടുക്കലാണ് സൽസ്വഭാവം. എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കണം. റസൂലിൽ മാതൃകയുണ്ട് അതിന്, അല്ലേ? ഇങ്ങോട്ട് നൽകൂല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചവനോട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് കൊടുക്കണം. വതഅഫു അമ്മൻ സലമക, അല്ലേ? നമ്മളൊക്കെ ഭയങ്കര ദേഷ്യക്കാരാണ്. നമുക്കൊന്നും പെട്ടെന്നൊന്നും ക്ഷമ നമ്മുടെ മനസ്സിലൊന്നും കടന്നു വരില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിൽ, സമൂഹത്തിൽ ഒക്കെ ജീവിക്കുന്ന സന്ദർഭങ്ങളിൽ ഇപ്പോൾ പലതും നോക്കി, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ഭാര്യയുടെ അടുക്കൽ നിന്നൊരു വിഭവം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബഹുഭാരിത്വം സ്വീകരിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ മറ്റേ ഭാര്യയ്ക്ക് അത് ഇഷ്ടമായില്ല. പ്രവാചകൻ്റെ കയ്യിൽ നിന്നുള്ള പാത്രം ഇങ്ങനെ തട്ടിയപ്പോൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മുടെ കയ്യിലുള്ള പാത്രം, ഇപ്പോൾ ഇടത്തെ കയ്യിലെ പാത്രം തട്ടിയ വലത്തെ കൈ അവിടെ ഇരിക്കുക, നേരെ കരണച്ചു ഒരെണ്ണം കൊടുത്തിട്ടുണ്ടാവും. നമ്മളങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാൽമുട്ട് വെച്ച് അവിടെ ഇരുന്ന് അത് പെറുക്കിയെടുത്ത് വൃത്തിയാക്കി. റസൂലുള്ള എന്നൊന്ന് അടിച്ചിരുന്നെങ്കിൽ എനിക്ക് വേദനിക്കുമായിരുന്നില്ല. എന്തിന് ആയിഷ നീ ഇത് ചെയ്തു എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് വേദനിക്കുമായിരുന്നില്ല. അതിനേക്കാൾ വേദന അവരുടെ മനസ്സിൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ചേർത്ത് പിടിച്ച് അവരോട് സ്നേഹം കാണിക്കാൻ, തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ. നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മളൊക്കെ വളരെ ഭക്തിയോട് കൂടെ കാണുന്ന പള്ളിയില്ലേ, നമ്മുടെ പള്ളിയിൽ ഒരാൾ വന്ന് മൂത്രമൊഴിച്ചാൽ നമ്മൾ എന്താവും പെരുമാറുക? നമ്മൾ പറയാൻ വെറുതെ പോകാൻ പാടില്ല, അല്ലെ? പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രതികരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പള്ളിയിൽ ഒരാൾ വന്ന് മൂത്രമൊഴിക്കുക, ഒരു അറാബിയായ മനുഷ്യൻ വന്ന് മൂത്രമൊഴിച്ചപ്പോൾ സ്വഹാബത്തൊക്കെ എതിർക്കാൻ റസൂലുള്ളാഹി തടഞ്ഞു. അയാൾ മൂത്രമൊഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. കാരണം എന്താണ്? മൂത്രമൊഴിക്കണതിൻ്റെ ഇടയിൽ ഒരാൾ ഓടിച്ചു വിട്ടാൽ അദ്ദേഹം പോകുന്ന ഭാഗത്തൊക്കെ നജസാവും. അതുകൊണ്ട് പ്രവാചകൻ തടഞ്ഞു. അങ്ങനെ അദ്ദേഹം മൂത്രമൊഴിച്ചപ്പോൾ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറയാം, നിങ്ങൾ പോയി വെള്ളം കൊണ്ടുപോകാൻ. നമ്മളാണെങ്കിൽ എന്താ പറയാ? അവനെ കൊണ്ട് കഴുകിച്ചിട്ട് വിട്ടാൽ മതി എന്നല്ലേ പറയാ? അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പോയി വെള്ളം കൊണ്ടുപോവാ, എന്നിട്ടത് വൃത്തിയാക്കി വാ. മനുഷ്യൻ പറയാ, എനിക്കും മുഹമ്മദിനും അള്ളാഹ് പുറത്തു തരട്ടെ, മറ്റാർക്കും വേണ്ട. എനിക്കും മുഹമ്മദിനും അള്ളാഹ് പുറത്തു തരട്ടെ, മറ്റാർക്കും അല്ല, ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആ മനുഷ്യനോട് സൽസ്വഭാവത്തെ പറഞ്ഞു കൊടുക്കാൻ പ്രവാചകൻ ജീവിതങ്ങളിലൂടെ തെളിയിച്ചു കൊടുക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളെ കാണാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു തുൽഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ്റെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു തുൽഹ ആ കഅബയുടെ താക്കോൽ എനിക്ക് തരൂ. അദ്ദേഹം പറഞ്ഞു, ഞാനത് നൽകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരു നാളിൽ ആ കഅബയുടെ താക്കോൽ എൻ്റെ കയ്യിൽ വരുമെന്ന് പറഞ്ഞപ്പോ അന്ന് ഉസ്മാൻ ഇബ്നു തുൽഹ പറഞ്ഞു, അന്ന് ഈ നാട് നാശമടഞ്ഞിട്ടുണ്ടാകും,
അന്ന് ഖുറൈശികളുടെ പതനമുണ്ടായിരിക്കുമെന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകനെ മക്കയുടെ മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ചു. ആ പ്രവാചകൻ തിരിച്ച് മക്കയുടെ മണ്ണിൽ കടന്നു വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് പ്രവാചകന്റെ കയ്യിൽ ആ താക്കോലെത്തുകയാണ്. നിങ്ങൾ നോക്ക്, പ്രവാചകൻ പ്രതികാര നടപടികൾ എടുത്തിട്ടില്ല, ആരോടും അക്രമങ്ങൾ ചെയ്തിട്ടില്ല. അന്ന് തരാതിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് പ്രവാചകൻ പ്രതികരിച്ച രീതി എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ നോക്ക്, അന്ന് പ്രവാചകന്റെ കയ്യിൽ കഅബയുടെ താക്കോലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരാളെ ഏൽപ്പിക്കാൻ പോകുന്ന നിമിഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അവർ പറഞ്ഞു നോക്കി, ഞങ്ങളുടെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുന്നു, ഉസ്മാൻ ഇബ്നു ത്വൽഹ എവിടെ? ആ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ്. വീണ്ടും കഅബാലയത്തിന്റെ താക്കോൽ കൂട്ടങ്ങളെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, പറന്നു വീണ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച ആളുകളോട് അള്ളാന്റെ മുത്ത് റസൂല് ഇരുട്ടിന്റെ മറവില് കഅബാലയത്തിന്റെ മണ്ണിനോട് യാത്ര പറയുകയാണ്. പറന്നു വീണ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുന്ന സന്ദർഭമാണ്. കൊല്ലാനായി ആളുകൾ ഇങ്ങനെ പരക്കം പായുമ്പോ കഅബാലയത്തിന്റെ മണ്ണിൽ അല്ലാഹുവിന്റെ ഹബീബ് വന്നിട്ട് പറയാണ്, അലിംതു അന്നക ഖൈറു അർളില്ലാഹ്, എനിക്കറിയാം അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാണെന്ന് എനിക്കറിയാം. നിന്റെ ആളുകൾ എന്നെ ആട്ടിവിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ് കരങ്ങിക്കലഞ്ഞ കണ്ണോടുകൂടെ മക്കയുടെ ബൗണ്ടറി വിടുമ്പോ ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ തിരിഞ്ഞു നോക്കിയെന്ന പിച്ച വെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പിറന്ന വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു പറഞ്ഞില്ല, നബിയേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാണ്, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്. ഈ നാട് അങ്ങേക്ക് അനുവദനീയമാണ് നബിയേ, ഈ നാട് അങ്ങേക്ക് അനുവദനീയമാണ് റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു വരുന്ന ആ മണ്ണിലേക്ക് നിങ്ങൾ നോക്ക്. അന്ന് ആട്ടിവിട്ട ആളുകളെ ബദറിൽ ബന്ദികളായി കെട്ടി. അള്ളാന്റെ റസൂല് പ്രതികാര നടപടി എടുത്തിട്ടില്ല. സഹാബത്ത് പറയാൻ, ഖുർആനിലെ സൂറത്ത് ഇൻസാനിൽ അല്ലാഹു തആല പറഞ്ഞ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത് ബന്ധനസ്ഥരോട്, പാവപ്പെട്ടവരോട്, ബദറിൽ ബന്ദികളായ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു എന്നതിൻ്റെ തഫ്സീറുകളിൽ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊക്കെ പെരുമാറിയ പെരുമാറ്റങ്ങളെ നോക്ക്. മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഹിന്ദു ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിന് വഹ്ശി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇസ്ലാം സ്വീകരണം മതി. നമ്മളൊക്കെ അള്ളാഹിനോട് ചെയ്ത തെറ്റുകളെ ഏറ്റുപറയാനും ആ പ്രവാചകനെ മനസ്സിലാക്കാനും ഞാൻ ഈ പറയുന്ന ചെറിയൊരു സന്ദർഭം മനസ്സിലാക്കിയാൽ അൽഹംദുലില്ലാ നമ്മളുടെ ഹൃദയത്തിൽ അത് ഇറങ്ങി വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളിപ്പോൾ വഹ്ഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? റളിയല്ലാഹു അൻഹു. ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോൾ എന്താ പറയണ്ടേ? റളിയല്ലാഹു അൻഹ. ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ. നിങ്ങൾ നോക്ക്, ഇതുപോലെ ഇവരോടൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹിന്റെ ഹബീബിന്റെ മൂച്ചാപ്പ മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തത് വഹ്ഷിയാൻ. തൻ്റെ ബോസായ ഹിന്ദിന് വേണ്ടിയിട്ടായിരുന്നു കൊലപാതകം നടന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആ വഹ്ഷി റസൂലുള്ളാഹിന്റെ മുമ്പിൽ കടന്നു വരുന്ന സീറത്ത് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ചരിത്രഗ്രന്ഥത്തിൽ കാണാം. ഹിന്ദ് പ്രവാചകൻ അവിടുന്ന് വഹ്ഷി പ്രവാചകന്റെ മുന്നിൽ കടന്നു വരാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഇസ്ലാം സ്വീകരിച്ചാൽ മുൻകടിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കിട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും പുറത്തു കിട്ടും. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും മാപ്പുണ്ട്. മുത്തറസൂൽ ചോദിക്കുന്നുണ്ട്, അന്ത വഹ്ഷി, നീ വഹ്ഷിയാണോ? അറിയില്ലായിരുന്നു നബിയേ, അങ്ങേക്ക് പ്രിയപ്പെട്ടവനാണെന്നറിയില്ലായിരുന്നു നബിയേ. അടിമത്തപ്പാളയത്തിന്റെ മോചനങ്ങൾ ഓഫർ വന്നപ്പോ എന്തിന്റെ പ്രേരണയിലൂടെ അടിമത്ത മോചനം കിട്ടുമെന്ന ആഗ്രഹത്തോടുകൂടെ ചെയ്തു പോയതാണ്. നേരിടാനുള്ള ധൈര്യമില്ല,
പാറക്ക് പിന്നിലൂടെ ഒളിച്ചിരിക്കുകയാണ്. അവിടുന്ന് ഹംസാ റളിയല്ലാഹു അൻഹു ശത്രുവിനോട് പോരാടി അടുത്തു വന്നപ്പോ ഒളിഞ്ഞു നിന്ന് കരുതി വെച്ച ചാട്ടുളി ഹംസാ റളിയല്ലാഹു അൻഹുവിന് നേരെ പ്രയോഗിക്കുന്ന രംഗം പറഞ്ഞപ്പോ മുത്ത് റസൂല് മുഖം തിരിച്ചിട്ട് പറയാണ്, ഹൽ തസ്തതിഅൻ തഈബ അന്നീ, പറ്റുമെങ്കിൽ എന്റെ മുമ്പിലൂടെ വരാതിരിക്കുമോ വഹ്ഷി? നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല, നിന്റെ മുഖം കാണുമ്പോ എനിക്കെന്റെ ഹംസയെ ഓർമ്മ വരികയാണ്. അന്ന് നാട് വിട്ടതാണ് വഹ്ഷി. പിന്നീട് കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തില് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ ഫിത്ന വന്നപ്പോ ആ കള്ളപ്രവാചകനെ കൊന്നതും വഹ്ഷിയാണ്. അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ ചാട്ടുളി കൊണ്ട് ലോകത്തിലെ ഉന്നതനായ ഒരു മനുഷ്യനെയും ഒരു നീചനെയും ഞാൻ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഹ്ഷിയുടെ പേര് കേൾക്കുമ്പോ പറയണേ റളിയല്ലാഹു അൻഹു. ആ വഹ്ഷിക്ക് മുത്ത് റസൂല് മാപ്പ് കൊടുക്കാൻ, ആ വഹ്ഷിക്കല്ല മാപ്പ് കൊടുക്കാൻ. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള എന്താണെന്നറിയോ? നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുണ്ടെങ്കിലേ അള്ളാഹോട് പറയാൻ ഒരു മടിയും വേണ്ടട്ടോ. ആ വഹ്ഷിക്ക് പുറത്തു കൊടുത്ത അള്ളാഹിനോടാ നമുക്കും പറയാനുള്ളത്. അത് ചെയ്യിപ്പിച്ചത് ഹിന്ദാണ്. ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം റളിയല്ലാഹു അൻഹ, റളിയല്ലാഹു അൻഹ. ഉഹദ് യുദ്ധത്തിലെ സകലമാന പ്രയാസങ്ങളും ഉണ്ടാക്കാൻ അന്ന് കാരണക്കാരനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അന്നത്തെ ആ വ്യക്തിത്വം, ശത്രുക്കളുടെ പടനായകൻ, പടനയിച്ച ഒരു യുദ്ധത്തിൽ പോലും അദ്ദേഹം പരാജയം കണ്ടിട്ടില്ല. ആദ്യ സന്ദർഭത്തിൽ വിജയമുണ്ടായി. രണ്ടാമത്തെ സന്ദർഭത്തിലെ നോക്കി മുസ്ലിങ്ങൾ ഗനീമത്ത് ഇങ്ങനെ ശേഖരിക്കുമ്പോൾ ആ മലയുടെ പിന്നിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് തന്ത്രം മെനഞ്ഞ വിജയം ആ പക്ഷത്തേക്ക് മാറ്റിയ ഖാലിദ് ഇബ്നു വലീദ് പിന്നീട് ഇസ്ലാമിന്റെ പടനായകനാണ്. ഖാദസിയ എന്ന് പറയുന്ന ചരിത്രപ്രധാനമായ യുദ്ധത്തിലൂടെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം അട്ടിമറിച്ച ഭരണാധികാരി. നോക്കി അന്നത്തെ പടനായകൻ. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ. കാരണം അന്ന് റസൂലുള്ളാഹിക്കുണ്ടായ വേദനകൾ നിസ്സാരല്ല. ഒരു ഭാഗത്ത് മരിച്ചു കിടക്കുന്നതാരാണ്? മഹാനായ മിസ്അബ് ബിൻ ഉമൈർ. തൊട്ടപ്പുറത്ത് സയ്യിദി ശുഹദാ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവരെ കൊണ്ടുവന്ന് മറമാടുമ്പോ ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കഫൻ ചെയ്യാൻ കഫൻ പടവ പോലും തികയാതെ ലോകത്തിന്റെ പ്രവാചകൻ പറയാണ്, എന്റെ മിസ്അബ് ബിൻ ഉമൈറിനെ കഫൻ ചെയ്യാൻ അംഗങ്ങൾ ഇങ്ങനെ കയ്യും കാലം വെട്ടിമാറ്റിയ അവസ്ഥകളിലാണെങ്കിൽ പ്രിയമുള്ളവരെ, തലമറക്കുമ്പോ കാലിങ്ങ് മറയണില്ല. പരിക്ക് പറ്റിയിട്ടുണ്ട്, അത്രയും വെട്ടുകളുണ്ട്. അവിടുന്ന് ശരീരത്തിലുള്ള ഒരൊറ്റ കഫൻ പടവയാണ്, തികയുന്നില്ല. റസൂലുള്ളാഹി പറയുന്നുണ്ട്, പുല്ല് വെട്ടിക്കൊണ്ട് വാ സ്വഹാബാ, മിസ്അബിന്റെ കാൽഭാഗം ഞാനൊന്ന് കഫൻ ചെയ്യട്ടെ. മുഴുവൻ സ്വഹാബത്തിനെ മറവ് ചെയ്യാൻ ഓരോരുത്തർക്കായി ഖബറെടുക്കാൻ കഴിയാതെ വന്നപ്പോ പ്രിയമുള്ളവരെ, ഒരൊറ്റ ഖബറിലൂടെയാണ് മുഴുവൻ സ്വഹാബത്തിനെയും മറവ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഖുർആനുള്ളവരെ കിബിലയുടെ ഭാഗത്തേക്ക് ആദ്യം കിടത്തണേ സ്വഹാബാ. അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട നയിച്ച മുഴുവൻ പരാജയങ്ങൾക്ക് കാരണമായ ഖാലിദ് ഇബ്നു വലീദിനെ ചേർത്ത് പിടിച്ച നബിയാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ചേർത്ത് പിടിച്ചു. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാൻ പഠിപ്പിച്ചു. നോക്കേ, അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മളിത് മനസ്സിലാക്കേണ്ടത് ആ അള്ളാഹിനോട് നമുക്കും പറയാം. ആ മുച്ചനബി ഇത്രയൊന്നും നമുക്കാരും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ സമൂഹത്തിൽ. നമ്മളുടെ കുടുംബത്തിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ഗൗരവം കാണിക്കുമ്പോൾ നമ്മളൊരു സൽസ്വഭാവികളല്ല. അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സൽസ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചെയ്തവരുണ്ടെങ്കിൽ അവരോടിങ്ങനെ മാപ്പ് കൊടുക്കാൻ, അവരോട് വിട്ടുപോയി ചെയ്തു കൊടുക്കാൻ. ഇപ്പോൾ നമ്മളോട് ഒരാളിങ്ങനെ ബലമായി പിടിച്ചു വെച്ചിട്ട് നമ്മളൊന്ന് വേദനിപ്പിച്ചിട്ട് ഇനി നിന്റെ കയ്യിലുള്ളത് ഇങ്ങോട്ട് തയോ എന്ന് പറഞ്ഞാൽ
നമ്മളെന്താ അവസ്ഥ? ഒരു പാവപ്പെട്ട മനുഷ്യന് കയ്യിൽ പണമില്ല, പക്ഷെ റസൂലുള്ളാഹിന്റെ തോളത്ത് ഇങ്ങനെ കുറച്ച് പരുത്ത ഒരു മേൽമുണ്ട് കിടക്കുന്നുണ്ട്. അത് പിടിച്ചിങ്ങനെ വലിച്ചിട്ട് പറയാം, മുഹമ്മദേ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊണ്ട് കൊണ്ടാന്ന്. നമ്മളാണെങ്കിൽ നോക്കുമ്പോൾ തന്നെ മുഖാകെ പൂർണ്ണമായി ദേഷ്യമായി. അങ്ങനല്ലേ? പുഞ്ചിരിയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തിരിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എപ്പോഴും ഒരു ദേഷ്യത്തിൻ്റെ മുഖമൊന്നല്ല, ഒരു പുഞ്ചിരി നമ്മളിൽ ഉണ്ടാവാൻ. കണ്ടോ, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ഷൈഅ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തുലിക്. ഒരു പ്രസന്ന മുഖത്തോടുകൂടെ തൻ്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നിങ്ങൾ ഒഴിവാക്കരുത്. ഏറ്റവും നല്ല രീതിയിൽ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെ കാണാൻ വേണ്ടി, ആരോടും ഒരു ദേഷ്യമില്ലാത്ത. നോക്കി, ഇതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സമൂഹത്തോടും വ്യക്തി ജീവിതത്തിലും. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ കുടുംബജീവിതത്തിലേക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ, നമ്മളൊരു കുടുംബമായിട്ടിരിക്കുന്ന ആളുകളാണല്ലോ ഇവിടെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ ജീവിതത്തിലൂടെ പെരുമാറിയിരുന്നത്? നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല ഭർത്താവാണ്. മലയാളത്തിൽ വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഭർത്താവ് എന്ന് ഉപയോഗിച്ചത്. ഈ സത്യത്തിൽ ഇസ്ലാമിലെ ഭാര്യയില്ല ഭർത്താവുമില്ല. കാരണം ഭാര്യ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനും എന്നാണ് അർത്ഥം. സൗജ് സൗജത്തി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇണയും തുണയുമാണ്. കൊണ്ടും കൊടുത്തും സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കാനുള്ളവരാണ്. മലയാളത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പറയാണ്, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല മകനായി, ഒരു നല്ല പിതാവായി, ഒരു നല്ല ഭരണാധികാരിയായി, ഒരു നല്ല അയൽവാസിയായി, ഒരു നല്ല സാമൂഹ്യ പരിഷ്കർത്താവായി അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചപ്പോൾ നമുക്കതുപോലെ ഒരു ഗൃഹനാഥനാവണ്ടേ പ്രിയമുള്ളവരെ? നിങ്ങൾ നോക്ക്, എല്ലാ കാര്യത്തിലും പ്രവാചകൻ്റെ സ്വകാര്യമായ ഹദീസുകളൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാർക്ക് ഭക്ഷണം വാരിക്കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അവരോട് കൂടെ സമയം കണ്ടെത്തിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മളൊക്കെ പറയും ഞങ്ങളൊക്കെ തിരക്കിൻ്റെ ആൾക്കാരാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിൻ്റെ കൂടെ, ഞാനിവിടെ നിങ്ങളോട് ഇത് പ്രത്യേകം എടുത്ത് പറയും, നമ്മൾ കൂടെ ജീവിക്കുന്ന ആളുകളും ഒരു ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ അവരുടെ കൂടെ ഒരു സമയം കണ്ടെത്തി, അവരുടെ കൂടെ ഒരു സന്തോഷം കണ്ടെത്തി. ഇപ്പം നിങ്ങൾ നോക്കൊരു ഒരു അഭ്യാസ പ്രകടനം ഇങ്ങനെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ മറയായി നിന്ന് കൊടുത്തു എന്നാണ്. ആയിഷ ബീവിയുടെ താടിയെല്ല് റസൂലുള്ളാഹിന്റെ തോളത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനിക്കുമാർ കുറേ നേരം ഇങ്ങനെ കുത്തിയെന്ന്. പക്ഷേ അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ ഒരു വൈമനസ്യം കാണിക്കണില്ല. ഓട്ട മത്സരം വരെ നടത്തിയിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരാദ്യത്തൊന്നറിയാൻ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തി 2 വരയും വരച്ചിട്ട് റെഡി 1 2 3 പറഞ്ഞിട്ട് ഓടണമെന്ന് പറയാനല്ല കേട്ടോ. അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിൻ്റെ കൂടെ ഒരു സമയം കാണാൻ, അതുപോലെ തന്നെ അടുക്കള ജോലിയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാവ് കുഴച്ചോട് നമുക്ക് എന്താണ് പറ്റുന്നത്, നമ്മൾ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുമിച്ചൊരു സന്തോഷം ഇങ്ങനെ കാണാൻ. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മളൊക്കെ ഈ കുക്കറിൽ വെച്ചത് കിക്കറാക്കുക എന്നല്ലാതെ അതിനപ്പുറത്തൊക്കെ പോയിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാൻ അല്ലേ, അങ്ങനെ അവരുടെ കൂടെ സമയം കണ്ടെത്തുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച്. അപ്പം നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ കടിച്ചത് അവിടെ ഞാൻ കടിക്കാറുണ്ട് മാംസത്തിലെന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, അവരുടെ വായിൽ ഇങ്ങനെ ഭക്ഷണം വെച്ചു നമ്മളും വെച്ചു കൊടുക്കണം. പക്ഷെ മക്കളുടെ മുമ്പിലൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നാളെ അവർ സ്കൂളിൽ പോയാൽ അവരുടെ കൂട്ടുകാർക്കും ചിലപ്പോൾ ഇങ്ങനെ വായിലൊക്കെ വെച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് സ്വകാര്യതകളുടെ സന്തോഷങ്ങൾ, സ്വകാര്യതകളിൽ കുടുംബത്തിൻ്റെ സന്തോഷങ്ങൾ, നമ്മുടെ പ്രവാചകൻ ഏതെങ്കിലും ഒരു മാതൃകയിലല്ല, എല്ലാ മേഖലയിലും നമുക്ക് മാതൃകയായി ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനും, അതുപോലെ തന്നെ പ്രവാചകൻ്റെ സാമൂഹ്യ മേഖലയിൽ പ്രവാചകൻ ഇടപെടുമ്പോഴും ഒക്കെ ആ റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കി ലോകത്തോട് വിട പറയുന്ന ഓരോ സന്ദർഭങ്ങളിലും ലോകത്തിൻ്റെ പ്രവാചകൻ നമുക്ക് വേണ്ടി അധ്യാപനങ്ങളെ വെച്ചു തന്നിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കും. ഈ ലോകത്തോട് വിട പറയുന്ന പ്രവാചകൻ്റെ ജീവിതത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനകളെ കടിച്ചമർത്തുമ്പോൾ നമ്മളെ ഓർത്തിട്ടുണ്ട് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആരാധനയിൽ, നമ്മളുടെ ഇബാദത്തുകളിൽ, നമ്മൾ പരലോകത്തിന് വേണ്ടിയുള്ള സമ്പാദനത്തിൽ ആ പ്രവാചകനെ മാതൃകയാക്കണം. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ്, പക്ഷേ ആ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ കാണിക്കുന്നിടത്ത് പ്രവാചകൻ ഒന്നാമത്തെ മാതൃക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. പ്രവാചകന് വഫാത്തിൻ്റെ രോഗം വരുന്നത് സഫർ മാസത്തിലാണ്. നോക്കി, സഫർ മാസത്തിൽ ഒരു തലവേദനയായി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ തലവേദന കൊണ്ട് പറഞ്ഞു, വാ റഅസ, എനിക്ക് നല്ല തലവേദന ഉണ്ട് റസൂലേ. അപ്പോൾ അള്ളാൻ്റെ മുത്ത് റസൂല് പറയാം, ബൽ അനയ ആയിഷ വാ റഅസ, എനിക്കും നല്ല തലവേദന ഉണ്ട് ആയിഷ. എന്നിട്ട് പ്രവാചകൻ പറയാം, ആയിഷ, എന്നിൽ നിന്ന് നീയാണ് ആദ്യം മരിക്കണതെങ്കിൽ നിന്നെ ഞാൻ കുളിപ്പിക്കും ആയിഷ, നിന്നെ ഞാൻ കഫൻ ചെയ്യും ആയിഷ, നിന്നെ ഞാൻ മറവ് ചെയ്യും ആയിഷ, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് നമ്മളോട് പറയാൻ, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാൻ. നോക്കി, നല്ല പനി വന്നു റസൂലുള്ളാഹ്ക്ക്. കാണാൻ വേണ്ടി വന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, രണ്ടാളുടെ പനിയുണ്ടല്ലോ റസൂലേ. അതേ ആയിഷ, ആ രോഗത്തിലൂടെ ക്ഷമിക്കുമ്പോൾ അള്ളാഹു പാപങ്ങളെ പുറത്തു തരുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഒരു മരത്തിൽ നിന്ന് അതിൻ്റെ ഇല പൊഴിയുന്നത് പോലെ അള്ളാഹു പാപങ്ങളെ പുറത്തു തരുന്നതാണ് ആയിഷ. ഒരാൾക്ക് വരുന്ന മറ്റൊരു ഹദീസിലൂടെ കാണാ, മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദാ, അവനെ ബാധിക്കുന്ന ഉപദ്രവമാവട്ടെ, മനക്ലേശമാവട്ടെ, പ്രയാസമാവട്ടെ, ദുഃഖമാവട്ടെ, അവന്റെ കാലിൽ തറക്കുന്നൊരു മുള്ളു പോലുമില്ല, അവന്റെ പാപങ്ങൾ അല്ലാഹു അതുകൊണ്ട് പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല. നമ്മളെത്ര ഭാഗ്യവാന്മാരാൻ. നമ്മളൊന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വരണുണ്ടെങ്കിൽ ഈ ആളുകളുടെ വിചാരം എന്താണെന്നറിയോ? നമുക്ക് കുറച്ചൊക്കെ പരിമിതി ഉണ്ട് എന്നാണ്. പക്ഷെ എനിക്കറിയാം, ഇവിടെ മറ്റുള്ളവരെക്കാളും കൂടുതൽ കഴിവുള്ളവർ നമ്മളാണെന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കേ, നമുക്ക് അല്ലാഹു തആല തന്ന സൗഭാഗ്യങ്ങളിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോയ മുഴുവൻ പാപങ്ങൾ അല്ലങ്ങനെ മരത്തും നിലപൊഴിയുന്ന പോലെ പൊഴിച്ചു തരുന്ന റസൂലുള്ള വിട പറയുന്ന സന്ദർഭങ്ങളിൽ, വഫാത്തിൻ്റെ രോഗത്തിൽ രണ്ടാളുടെ പനിക്കണ്ടല്ലോ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞതാണ്, അതേ രണ്ടാളുടെ പ്രതിഫലം ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിയ പാപങ്ങളൊക്കെ അല്ല പുറത്തു തരുന്നാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തൻ്റെ ഭാര്യമാരുടെ അനുമതി വാങ്ങി ആയിഷ റളിയല്ലാഹുഅൻഹയുടെ വീട്ടിൽ വന്നു. അവിടെ ഈ നീതി കാണിച്ച ലോകത്തിൻ്റെ പ്രവാചകൻ. എന്നിട്ട് നോക്ക്, നിസ്കാരം മുടക്കണില്ല, എൻ്റെ ശരീരത്തിലേക്കൊന്ന് വെള്ളം ഒഴിച്ചു തരൂ. ഹരീഖു അലയ്യ മിൻ സബഅി റബ്, കെട്ടിവെച്ച 7 തോൽപാത്രങ്ങളിൽ നിന്ന് എൻ്റെ ശരീരത്തിലേക്കൊന്ന് വെള്ളം ഒഴിച്ചു തരോ പള്ളിക്ക് പോവാൻ. എല്ലാ വക്തിനും അല്ലാഹുവിൻ്റെ റസൂൽ പള്ളി പോയിട്ടുണ്ട്. നമ്മളാരും ഒഴിവല്ലാട്ടോ പ്രിയമുള്ളവരെ, ഓരോ വക്തിനും പോയി. ഏതുവരെ പോയി എന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം മഗ്‌രിബ് കഴിഞ്ഞിട്ട് ആ രോഗത്തിൻ്റെ കാഠിന്യം തിരിച്ചു വന്ന് ഇഷായിൻ്റെ നേരായപ്പോൾ പറഞ്ഞു, ആയിഷ, എനിക്ക് പോകാൻ കഴിയണില്ല ആയിഷ. അബൂബക്കറിനോട് ഇമാമ് നിൽക്കാൻ പറ. റസൂൽ അങ്ങില്ലാത്ത മിഹ്റാബിൽ എൻ്റെ വാപ്പാക്ക് ഇമാം നിൽക്കാൻ കഴിയില്ല, കരച്ചിൽ കൊണ്ട് മഅ്മൂമിന് ഖിറാഅത്ത് കേൾക്കാൻ കഴിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് സ്ത്രീകളെ പോലെ ഒഴിക്കഴിവ് പറയുന്ന സ്ത്രീകളായി നിങ്ങൾ മാറില്ല ആയിഷ. അബൂബക്കറിനോട് ഇമാമ് നിൽക്കാൻ പറ. റസൂലുള്ളാഹിനെ തേടി വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു പറയാ, അറിഞ്ഞോ അള്ളാഹിൻ്റെ റസൂല് വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ പള്ളി ദുഃഖമുഖരിതമായി മാറുമ്പോൾ നിങ്ങൾ നോക്കൂ, ഒരാൾക്കും ഒഴിവില്ല കേട്ടോ. നോക്കേ, അള്ളാഹിൻ്റെ റസൂൽ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്തൊരു സഹോദരനോട് മുത്ത് റസൂൽ പറയാം, ഹൽ സമിഅ്തുമുൻ നിദാ ബിസ്സലാ, നിസ്കാരം കൊണ്ടുള്ള വിളി കേൾക്കോ എങ്കിൽ ഉത്തരം നൽകണം കേട്ടോ. അങ്ങനെ റസൂലുള്ള നോക്ക്, ആ റസൂലുള്ള ഈ വേദനയിലും പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അവസാനം വന്നത് നോക്കേ, തീരെ പറ്റാതിരുന്നപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിലേ വിട പറയണതിന് 5 ദിവസം മുമ്പ് റസൂലുള്ളാഹിൻ്റെ ക്ലാസ് കേൾക്കാത്ത സങ്കടം കൊണ്ട് അൻസാറുകളൊക്കെ കരഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വിവരം പറയാം, അവരൊക്കെ സങ്കടത്തിലാണ്. റസൂൽ പറഞ്ഞു, ഒന്ന് പള്ളിക്ക് വരാം, ളുഹറിന് വരാന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ള വരാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ മുത്തനബി ബോധരഹിതനായി താഴെ വീഴുകയാണ്. ബോധം വരുമ്പോ ചോദിക്കുന്നു, ആയിഷ
അവരെ നിസ്കരിച്ചോ ആയിഷ? ഇല്ല നബിയെ, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പലതവണ ബോധരഹിതനായി വീണ പ്രവാചകന് ബോധം വരുമ്പോ ചോദിക്കുന്നു, ആയിഷ അവരെ നിസ്കരിച്ചോ? അവസാനം ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് പ്രവാചകൻ ഇങ്ങനെ കടന്നു വരുമ്പോ റസൂലുള്ളാഹിന്റെ കാല് നിലത്ത് നിന്ന് പൊന്തിക്കാൻ വയ്യ, മണലിലൂടെ വലിച്ചുകൊണ്ട് രണ്ട് ചാല പോലെ കാണപ്പെട്ടു എന്ന് സഹാബത്ത് ഉദ്ധരിക്കുമ്പോ അവിടെ നിന്ന് നമസ്കരിക്കാൻ വയ്യ സഹാബ. അബൂബക്കറിന്റെ ഇടതുഭാഗത്ത് എന്നെ ഒന്ന് ഇരുത്തിത്താ, ഇരുന്ന് നിസ്കരിക്കാൻ റസൂലുള്ളാഹിനെ പിന്തുടർന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ, ആ ലോകത്തിൻ്റെ പ്രവാചകൻ. പിന്നെ അവിടുന്ന് പള്ളിക്ക് ഇങ്ങനെ വീണ്ടും പള്ളിയിൽ നിന്ന് വീട്ടിൽ കൊടുന്നു. വേദന സഹിക്കാൻ പറ്റണില്ല. മുഅവ്വിദത്തെ ഇനി സൂറത്ത് കൈകളിലോതി ശരീരം ഇങ്ങനെ തടവി. റസൂലുള്ളാഹിക്ക് പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ സൂറത്തുകളോതി കൈകളിലോ തടവി കൊടുത്തു. ഇവിടെ വന്ന സഹോദരന്മാരോട്, എനിക്കറിയാം പലരുടെയും കയ്യിലെ ഏലസുറുക്കൊക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ നല്ല പ്രയാസം വരുമ്പോൾ, നല്ല വേദന വരുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഈ ചരട് ഞാൻ കെട്ടിയാൽ ഇസ്ലാമിൽ മന്ത്രം ഉണ്ട് കേട്ടോ, പക്ഷേ മന്ത്രവാദമില്ല. മന്ത്രമുണ്ട്, മന്ത്രവാദമില്ല. ഈ ചരട് കെട്ടി എനിക്ക് ശമനമുണ്ട്. നമ്മളോട് ആരാ പറഞ്ഞേ? മുത്ത് റസൂൽ എന്താ ചെയ്ത്? മുഅവ്വിദത്തെ ഇനി സൂറത്തുകൾ ഓതി, എന്നിട്ട് കയ്യിലോതി ശരീരം ഇങ്ങനെ തടവി. ഇസ്ലാമിലെ മന്ത്രമാണ്. നോക്കേ, റസൂലുള്ളാഹിക്ക് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ സൂറത്തുകൾ ഓതി, റസൂലുള്ളാഹിന്റെ കൈകളിലോതി. റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് തന്നെ ശരീരം തടവി കൊടുത്തു. കാരണം എന്താണ്? നബിയുടെ കൈക്കുള്ള ബറക്കത്ത് ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈക്കില്ല. നിങ്ങൾക്കറിയാം, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാളെ കാണാൻ വേണ്ടി ചെന്നു. രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ തടവി നോക്കുമ്പോൾ ഫഇദാ ഫീഹി ഖൈറ്റുൻ, ആ കയ്യിലൊരു ചരട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഖാല മഹാദ, ഇതെന്താ? ഷൈഉൻ റുഖിയ ലി ഫീ, ഇതിൽ എനിക്ക് രോഗശമനമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫഖതഅഹു, അതിനെ മുറിച്ചു കളഞ്ഞിട്ട് പറയാ, ലൗ മിത്ത വഹുവ അലൈക മാ സല്ലൈതു അലൈക, ഈ ചരടും കൊണ്ട് നീ മരിച്ചാൽ നിന്റെ മയ്യത്തെ ഞാൻ നിസ്കരിക്കൂല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അത്ര ഗൗരവമുണ്ട് കേട്ടോ, അത്ര ഗൗരവമുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് മുത്തുനബി വഫാത്തിൻ്റെ രോഗത്തിൽ മാതൃകയായി നമ്മളോട് കാണിച്ചു തരാൻ കൈകളിലൂതി ശരീരം തടവി. റസൂലുള്ളാഹിക്ക് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്ന ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ വിചാരിക്കും ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ. സന്തോഷം എന്താണെന്നറിയോ? ഒരു ദിവസം ആരോഗ്യം ഉണ്ടാവുക, കഴിക്കാനുള്ള അന്നത്തേക്കുള്ളൊരു ഭക്ഷണം ഉണ്ടാവുക, രോഗം പ്രയാസമൊന്നുമില്ലെങ്കിൽ അന്ന് രാജാവിനേക്കാളും മേലെ നിൽക്കുന്നത് നമ്മളാ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ മുത്തുനബി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. വഫാത്താകുന്നതിൻ്റെ തലേ ദിവസമല്ലേ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും റസൂലുള്ളാഹിന്റെ വീട്ടിലില്ല. ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഗോതമ്പില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത വീട്ടിൽ നിന്ന് ഇരവ് വാങ്ങിയ ഗോതമ്പാണ് അള്ളാഹിൻ്റെ റസൂൽ കഴിച്ചത്. തലേ ദിവസം വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഇല്ല. ഇവിടെ പറയുന്ന സമയം വരെ ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാത്തതാ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൽ ഏറ്റവും മഹാരഥനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന ദിവസം പോലും സഹാബത്തിനെ കർട്ടം മാറ്റി നോക്കി. അവിടെ കിടന്ന വേദന കടിച്ചമർത്തുമ്പോൾ, കൈകാലുകൾ ഇങ്ങനെ വേദനയോടെ നീട്ടുകയും മടക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹിനോട് കുറ്റം പറഞ്ഞിട്ടില്ല. എന്ത് വേദനയാ റബ്ബേ എന്ന് ചോദിച്ചിട്ടില്ല. നമ്മളൊക്കെ പറയില്ലേ, പഠിച്ചോനെ നീ എന്താ ഞങ്ങളോടിങ്ങനെ? അങ്ങനൊന്നുമില്ല കേട്ടോ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല. അള്ളാഹിനോട് വേദനകൾ കടിച്ചമർത്തുമ്പോൾ ചോദിച്ചില്ലേ? ആ വേദന നിസ്സാരായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വേദനിക്കുന്നുണ്ടോ നബിയെ? ആയിഷ, ഞാൻ അനുഭവിക്കുന്ന വേദനയില്ലേ? അലമുല്ലദീ അക്കൽതു ഫീ ഖൈബറ, ഖൈബറിൻ്റെ മണ്ണിൽ ജൂതശ്രീ തന്ന ഭക്ഷണത്തിൻ്റെ വേദന പോലും ഇപ്പം ഞാൻ അറിയുന്നുണ്ട് ആയിഷ. ഈ സന്ദർഭത്തിൽ ഞാൻ അറിയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി ലസക്കറാ, മരണത്തിന് അസഹനീയമായ വേദന ഉണ്ട് ആയിഷ. കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ ബീവി വരെ പറഞ്ഞു, വാക്കർബ അബായൻ്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ് മോളെ, ഫാത്തിമ കരയല്ലേ, ഇന്നത്തെ കഴിഞ്ഞാൽ വാപ്പാക്ക് വേദനയില്ല മോളെ എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി ഇല റഫീഖില്ല അല എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ കൈകൾ ഇങ്ങനെ താഴോട്ട് വീഴുമ്പോൾ ഇവിടെ പറഞ്ഞു പോയി ലോകത്തിൻ്റെ പ്രവാചകൻ. നോക്ക്, ആ സന്ദർഭത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മളോട് വ്യക്തമായ അധ്യാപനങ്ങളെ തന്ന, മാതൃകകളെ തന്ന
ലോകത്തിൻ്റെ മുത്ത നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ വിഷയത്തിൽ അത്യാഗ്രഹമുണ്ടായിരുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മേഖലകളിലും, രാഷ്ട്രീയ, രാഷ്ട്രാന്തരിക, സാമ്പത്തിക, ദാമ്പത്തിക മേഖലകളിലെല്ലാം നമുക്ക് ആ മുത്ത നബിയെ, ആ റസൂല് വേണ്ടാന്ന് പറഞ്ഞതിനെ ഒഴിവാക്കാൻ നമുക്ക് തയ്യാറാവണം. അമിതമായ വിനോദങ്ങൾ നമ്മളുടെ ജീവിതത്തിനെ കാർന്ന് തിന്നരുത് പ്രിയമുള്ളവരെ. സംഗീതങ്ങൾ നമ്മൾ ഇഷ്ടമുള്ളവരായിരിക്കാം, പാട്ട് പാടുന്നവരായിരിക്കാം, പക്ഷേ അതിരുകടന്ന ഇസ്ലാം വിലക്കിയതിൻ്റെ മേഖലകളിലേക്ക് നമ്മൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ കഴിഞ്ഞുള്ളൊരു ജീവിതം നമുക്കുണ്ട് പരലോകത്തിലെ. അന്ന് നമുക്ക് ആ റസൂലുള്ളാഹിന്റെ മാതൃകയിൽ നമുക്ക് പോകണം. നമ്മളെ കൊണ്ടുപോയി ഖബറിലൂടെ മറമാടിക്കഴിഞ്ഞാൽ മറമാടി ആളുകളൊക്കെ പിരിഞ്ഞു പോരുമ്പോൾ നമ്മൾ മാത്രം അവിടെ ഒറ്റക്കാൻ. പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിലെ 6 അടി മണ്ണിനുള്ളിൽ നമ്മൾ ഒറ്റക്ക് കഴിയേണ്ടി വരുന്നൊരു സന്ദർഭമല്ലേ. എല്ലാവരും വിട പറഞ്ഞു പോകുമ്പോൾ ആ ചെരുപ്പിൻ്റെ വാറടികളുടെ ശബ്ദം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഞാനവിടെ ഒറ്റക്കാൻ. അള്ളാഹിൻ്റെ മലക്കുകൾ വരുന്നുണ്ട്, അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ അള്ളാഹിനെ പറ്റിയുള്ള ചോദ്യമുണ്ട്, ദീനിനെ പറ്റിയുള്ള ചോദ്യമുണ്ട്, ഇൽമിനെ പറ്റിയുള്ള ചോദ്യമുണ്ട്, അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റിയും നമ്മളോട് ചോദിക്കും. അതെൻ്റെ മുത്ത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ ചര്യ പിന്തുടരണം, ആ റസൂലുള്ളാഹിന്റെ മാതൃകയായി സ്വീകരിക്കണം, ആ പ്രവാചകന്റെ സുന്നത്തിനെ സ്വീകരിക്കുക, പുത്തനാചാരങ്ങളെ വലിച്ചെറിയുക. അല്ല, ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ 2 കാതുകൾക്കും മധ്യത്തിലൂടെ അടിക്കുമ്പോൾ അവർ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയാണ്. പൊന്തി വരുമ്പോൾ വീണ്ടും അവർക്ക് പ്രഹരമാണ്. ആ ആയുധത്തിൻ്റെ കനമറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പർവ്വതത്തിൻ്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറ് കനമുള്ള ആയുധമാണ്. മാത്രമല്ല, ആകാശലോകത്തെന്ന് വിളിച്ചു പറയുന്ന മലായിക്കത്തുകൾ പറയുന്നുണ്ട്, അൽബിസൂഹു ബിന്നാർ, നരകത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ചോട്ടോ, അഫ്രിഷൂഹു ബിന്നാർ, നരകത്തിൻ്റെ വസ്ത്രം കൊടുത്തോ, വിരിപ്പ് കൊടുത്തോ. മാത്രമല്ല, നരകത്തിൻ്റെ കമാനങ്ങളെ അവരുടെ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നു, ഹാദാ മഖഅദിക ലക ഹത്താ യബ്അസകല്ലാഹ്, അല്ലാഹു പുനർജന്മം നൽകുന്നത് വരെയുമുള്ള നിങ്ങളുടെ ഇരിപ്പിടമാണ്, നിങ്ങളുടെ സങ്കേതമാണെന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, റബ്ബി ലാ തുഖ്മിസ്സാഅ, ഖിയാമത്ത് നാളെ വരല്ലേ അല്ലാഹ്, ഖിയാമത്ത് നാളെ സംഭവിക്കല്ലേ അല്ലാഹ് എന്ന് റബ്ബിനോട് വിലപിക്കേണ്ടി വരുമെന്നാണ്. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഒരൊറ്റ മേഖല കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സംസാരത്തിനിവിടെ എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മാതൃകയിൽ നമ്മളൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആ പൊതുസമൂഹത്തിലെ പല വ്യത്യസ്തമായ മതങ്ങളിലും അതുപോലെ തന്നെ ജാതികളിലും വ്യത്യസ്തമായ സംഘടനകളിലുമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഒരു പ്രതിപക്ഷ ബഹുമാനത്തെ സ്വീകരിക്കാൻ അള്ളാഹിൻ്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞതാണ്. അതേത് ആളുകളാണെങ്കിലും മനുഷ്യ സൗഹാർദ്ദങ്ങളെ കാത്തു സൂക്ഷിച്ച് അവരുടെ കൂടെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാൻ, അവരും എൻ്റെ സഹോദരങ്ങളാണെന്ന മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ മാതൃകയിൽ അവരെ നമുക്ക് സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. നോക്ക്, നിങ്ങൾ ഒരു നിലക്കുമുള്ള ഒരാളെയും കുറച്ചു കാണിക്കാതെ നിങ്ങൾ നോക്ക്, അങ്ങനെ കുറച്ച് കാണിക്കരുതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പ്രവാചകൻ പല പ്രമുഖരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിൻ്റെ ഇടയിലേക്ക് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന കണ്ണ് കാണാത്ത സ്വഹാബി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചർച്ചയ്ക്ക് ഭംഗം വരുമല്ലോ എന്ന രീതിയിൽ പ്രവാചകൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. അത് വന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ആ റസൂലുള്ളാഹിനെ തിരുത്തിയത് ആകാശ ലോകത്ത് നിന്നാണ്. അബസ, കണ്ടോ, നെറ്റി ചൊള്ളിച്ചു എന്ന്, മുഖം ചൊള്ളിച്ചു എന്ന്. അബസ വതവല്ല അൻജാഅഹുൽ അഅമ, കണ്ണ് കാണാത്ത ഈ മനുഷ്യൻ വന്നപ്പോൾ മുഖം ചൊള്ളിക്കരുത് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത. നിങ്ങൾ നോക്കേ, പിന്നീട് പ്രവാചകൻ എപ്പോൾ കാണുമ്പോഴും അദ്ദേഹത്തെ വാരിപ്പുണറാറുണ്ടായിരുന്നു, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാറുണ്ടായിരുന്നു. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ച് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ അത്രയും സ്ഥാനം മനുഷ്യ സൗഹാർദ്ദങ്ങളോട്, മനുഷ്യ സാഹോദര്യങ്ങളോട് ചേർത്ത് പിടിക്കാൻ ഏത് മേഖലയിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ നാട്ടിലെല്ലാവരും പറയും മതസൗഹാർദ്ദം. മതസൗഹാർദ്ദത്തിനപ്പുറത്ത് മനുഷ്യ സൗഹാർദ്ദമാണ്. ഏത് ജാതിയാവട്ടെ, മതമാവട്ടെ, വർഗമാവട്ടെ, വർണ്ണമാവട്ടെ,
അവൻ്റെ സിരകളിലോടുന്നത് രക്തമാണ്, പച്ചമാംസമുള്ളവനാണ്, വിശക്കുന്നവനാണ്, ദാഹിക്കുന്നവനാണ്, മനുഷ്യനാണ് എന്ന രീതിയിൽ അവരെ മുഴുവൻ നമ്മളുടെ സഹോദരങ്ങളായി ചോർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാകണമേ എന്ന് ഓർമ്മപ്പെടുത്തി, പ്രിയമുള്ളവരെ, പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് വേണ്ട ഒരു ആദർശമുണ്ട്. അതെവിടെ നിന്ന് കിട്ടുന്നത്? ആ പ്രവാചകനിലൂടെയാണ്. പ്രവാചകൻ പഠിപ്പിച്ച ചര്യകൾ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കറിയാം, അല്ലാഹുവല്ലാത്ത ആരോടും അതിലൊരു പ്രാർത്ഥനയില്ല, അല്ലാഹു അല്ലാത്ത ആരോടും അതിലൊരു സഹായതട്ടമില്ല, അല്ലാഹു അല്ലാത്ത ആരോടും ഒരു ഇസ്തിആസയില്ല. പ്രവാചകൻ പഠിപ്പിച്ച ആരാധനകളെ കൊണ്ടുവരാം. നമ്മൾ വിത്തർ നിസ്കരിക്കുക, തൗഹീദാൻ ഇന്നല്ലാഹ വിത്തറുൻ ശീലമാക്കണം. പ്രിയമുള്ളവരെ, സുബഹിന്റെ മുമ്പ് ഒരൽപ്പസമയം നേരത്തെ എണീക്കാൻ, ഇന്നല്ലാഹ വിത്തറുൻ യുഹിബ്ബുൽ വിത്തറ ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ. അല്ലാഹു ഒറ്റയാണ്, ഒറ്റ ഇഷ്ടപ്പെടുന്നവനാണ്. അവിടുന്ന് ഖുർആനിന്റെ ആളുകളെ രാത്രി നിസ്കാരം ഒറ്റയായി ഇറക്കാച്ചുകൊണ്ട്, നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, യൻസിലുല്ലാഹു തബാറക വ തആല ഇലസ്സമാഇ ദുനിയ, അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണത്. ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ അവന് ഉത്തരം നൽകാം, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം, ആരുണ്ടെന്നോട് പൊറുക്കൽ തേടാൻ അവന് ഞാൻ പൊറുച്ചു തരാമെന്ന് രാത്രിയുടെ അവസാന 3/1 അല്ലാഹു ഇറങ്ങി വരുന്ന സമയം നമുക്കൊന്ന് തഹജ്ജുദ് നിസ്കരിക്കാം. തൗഹീദാണ്, അല്ലാഹുവിനോട് മാത്രമുള്ള ആരാധനയുടെ മേഖലയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുവിനോട് നബിക്ക് വേണ്ടി തേടലാൻ. പക്ഷെ പുതിയത് ആളുകൾ കൊണ്ടുവന്നപ്പോഴാണ് നബിയെ നബിയെ എന്ന് വിളിച്ചുള്ള തേട്ടങ്ങളും പുതിയ ഹുദബിയതി ഖദലാക തഹീലത്തി എന്നൊക്കെ പറഞ്ഞ്, അങ്ങ് ഞങ്ങളുടെ കൈപിടിക്കണേ നബിയെ, ഞങ്ങളുടെ ജീവിതം പ്രയാസത്തിലാണ് നബി എന്നൊക്കെ പറഞ്ഞു വന്നത്. പക്ഷെ റസൂൽ എന്ന് പഠിപ്പിച്ചതിൽ അല്ലാഹുവേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഏത് സ്വലാത്ത് ചൊല്ലണം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ഉറക്കെ പറയും, ഇബ്രാഹിമിയ സ്വലാത്ത്. മുത്തുനബിയുടെ ചുണ്ടുകളെ റിസാലത്തിന്റെ പൂച്ചുണ്ടുകൾ ചലിച്ച് ഞങ്ങളോട് പറഞ്ഞ സ്വലാത്ത്. ആ സ്വലാത്ത് എന്താ? തൗഹീദാണ്. അല്ലാഹുവോട് നബിക്ക് വേണ്ടി ചോദിക്കല, നബിയെ എന്ന് പറഞ്ഞ് ചോദിക്കലല്ല. നോക്കേ, റസൂലുള്ളാഹിന്റെ പേരുകൾക്കും എന്താ പറയണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നബിക്ക് രക്ഷയകണേ. അല്ലാഹുവോട് നബിക്ക് വേണ്ടി. മറ്റുള്ള പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, അവർക്ക് വേണ്ടി അല്ലാഹുവോട് അവരോട് തേടാനല്ല. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കള് സ്വഹാബത്ത, അവരുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയാ? റളിയല്ലാഹു അൻഹും, അവർക്ക് വേണ്ടി അല്ലാഹുവോട് അവരോട് തേടാനല്ല. നോക്കിയ മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്ക് വേണ്ടി അല്ലാഹുവോട് അവരോട് തേടാനല്ല. എത്ര സുന്ദരമാണ് ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ. നോക്കേ, ബാങ്കിൽ നമ്മൾ കേൾക്കുന്ന സുന്ദരമായ നാമന്മാരുടേതാ? മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ബാങ്ക് കഴിഞ്ഞാൽ ആരോടെ പ്രാർത്ഥിക്കല്ലയോ പുന്നാര നബിയെ, ഞങ്ങളെ കൂടെ കാണുന്നില്ല നബിയെ? അല്ലട്ടോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ. ഈ പൂർണ്ണമായ വിളിയുടെ രക്ഷിതാവേ, ഉന്നതമായ സ്ഥാനം ഞങ്ങളുടെ മുത്ത് നബിക്ക് നൽകണേ അല്ലാ. അല്ലാഹുവിനോട് നബിക്ക് വേണ്ടി, നബിയോടുള്ള സ്നേഹമുണ്ടോ? റസൂലുള്ളാഹിനെ അനുസരിക്കുക. ആ റസൂലുള്ള പറഞ്ഞ അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവിനോട് ചോദിക്കുക. ബദരീങ്ങൾ പറഞ്ഞ അല്ലാഹുവിനോട്, ശുഹദാക്കൾ പറഞ്ഞ അല്ലാഹുവിനോട്. മഹാന്മാരെ, ഔലിയാക്കളെ, മഹത്തുക്കളെ, ശുഹദാക്കളെ ബഹുമാനിക്കാം, ആദരിക്കാം. പക്ഷെ സ്നേഹിക്കേണ്ടത്, ദുആ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് ആരോടാ? അല്ലാഹുവിന്. ഇവരെ മുഴുവൻ സ്നേഹിക്കാം, ബഹുമാനിക്കാം, ആദരിക്കാം, ആരാധന കൊടുക്കേണ്ട അല്ലാഹുവിന്റെ റസൂലിനോട്. മുത്തുനബി നമ്മളോട് പ്രഖ്യാപിച്ചത് എന്താ? ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്നറിയോ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റസൂലേ, ആ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണേ നബിയേ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ എൻ്റെ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കണേ റസൂലേ. ആ പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മർദ്ദനമേറ്റ. നമുക്കറിയാം, മക്ക എന്ന് പറയുന്നത് മണൽത്തരികളല്ല. ഒരുപക്ഷെ സാഹിത്യ ഭംഗിക്ക് വേണ്ടി നമ്മൾ പറയും മക്ക മണൽത്തട്ടിൽ പാറനിബിഡമാണ് മക്ക. അവിടെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചവിട്ടി മരിച്ചത്, അവിടെയാ പ്രവാചകന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയത്, അവിടെയാ പ്രവാചകന്റെ ശരീരത്ത് നിന്ന് രക്തമൊലിച്ചത്. എന്തിൻ്റെ പേരിലാ? ലാ ഇലാഹ ഇല്ല. അപ്പം നബിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ റസൂലുള്ള പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അല്ലാഹുവിനോട് തേടുമെന്ന് പറയാൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിനെ പറന്ന് വീണ മക്കയുടെ മണ്ണിൽ നിന്ന് ആട്ടിയോടി
ചോദിച്ചത് എന്തിൻ്റെ പേരില? ഞാൻ എൻ്റെ അള്ളാഹിനോട് മാത്രമേ തേടൂ എന്ന് പറഞ്ഞതിൻ്റെ പേരില. ഒരല്പം ആശ്വാസം കിട്ടാൻ മക്കയിൽ നിന്ന് 74 കിലോമീറ്ററുകൾക്കകലെ ജബലിടുക്കുകളെ, പർവ്വതങ്ങളെ താണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൻ്റെ മണ്ണിൽ കടന്നു വരുമ്പോൾ ആ ത്വായിഫുകാരെ നെഞ്ചു പൊട്ടിയിട്ടല്ലാതെ കേൾക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ നെഞ്ചിലേറ്റുന്ന നമ്മളുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട്, പാറച്ചീളുകളെക്കാളും വേദനയുള്ള ത്വായിഫിൻ്റെ കല്ലുകളെ കൊണ്ട് എറിഞ്ഞ് റസൂലുള്ളാഹിന്റെ നെറ്റിയിൽ നിന്ന്, കാലിൽ നിന്ന് രക്തമിങ്ങനെ ധാരധാരയായി ഒഴുകുമ്പോൾ പക്ഷെ നമ്മൾ പറയൂല്ലേ, ഞങ്ങൾക്കിടയിൽ മുത്തുനബീനെ കിട്ടിയ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു, വാരിപ്പുണരുമായിരുന്നു എന്ന്. നിങ്ങൾക്കറിയോ, ലോകത്തിൽ ഏറ്റവും വലിയ സട്ടനെ, അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനെ അവർ കല്ലെറിയ ശരീരത്തിൽ നിന്നിങ്ങനെ രക്തമിങ്ങനെ പൊടിയുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ ബോധം പോലും നഷ്ടപ്പെട്ടു എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നീട് ബോധം വരുമ്പോ ഞാൻ മറ്റൊരു ഭാഗത്താണ് ഉണ്ടായിരുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ടായിരുന്ന സ്വഹാബി പറയാണ്, നബിയേ ഒരു തുള്ളി ദാഹജലം പോലും തരുന്നില്ല നബിയേ, ഒരു തുള്ളി ദാഹജലം പോലും തരുന്നില്ല പ്രവാചകരെ. പ്രിയമുള്ളവരെ, അള്ളാന്റെ പ്രവാചകൻ തളർന്നു കിടക്കുമ്പോ 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷമാണ്. 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷമാണ്. പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയ നിമിഷമാണെങ്കിൽ എന്റെ ചിറക് കണ്ടോ, ചിറകിന്റെ താഴെ പർവ്വത നിരകളെ കണ്ടോ, അങ്ങൊന്ന് അനുവാദം തന്നിരുന്നെങ്കിൽ ഇവരെ ഞാൻ നശിപ്പിച്ചു കൊള്ളാം യാ റസൂലല്ലാഹ്. اللهم اغفر لقومي فإنهم لا يعلمون. അല്ലാഹുവേ, എൻ്റെ ജനതക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അവരറിവില്ലാത്തവരാണല്ലാ, അവരെ നശിപ്പിക്കണ്ട. അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുവെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ഈ മർദ്ദനങ്ങള്, എന്തിനാ ഈ പീഡനങ്ങള്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ പേരില. ആ മുത്തുനബിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇനി പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ, നബിയെ ഞങ്ങളെ കാക്കണേന്ന്, നബിയെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മറിച്ച് അല്ലാഹ് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അത് മുത്തുനബിയോട് സ്നേഹമാണ്, മുത്തുനബിയോടുള്ള ഇഷ്ടമാണ്, മുത്തുനബിയോടുള്ള ബഹുമാനമാണ്. ഒരൊറ്റ വാക്കുകൂടെ അള്ളാഹിൻ്റെ റസൂൽ ഇവിടെ പറയുമ്പോൾ ഇസ്ലാമിനെ പൂർത്തീകരിച്ച് തന്നിട്ടാ പോയെ. നമ്മളുടെ വക നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമ്മളെങ്ങാനും ഈ ദീനിൽ പുതിയൊരു ആചാരം കൊണ്ടുവന്നാലേ, നമ്മുടെ ഷാഫി ഇമാമിൻ്റെ ഉസ്താദ് ഉണ്ട്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ഫി റിസാല. മുത്തുനബീനെ വഞ്ചകൻ എന്ന് വിളിക്കുന്നവനാണെന്ന്. കാരണം റസൂൽ എന്ന് പറയാൻ മുഴുവൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 5-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്തിലെ ഇസ്ലാമിനെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ള പൂർത്തീകരിച്ച ഇസ്ലാം സ്വീകരിക്കുക. ആ ഇസ്ലാമിൽ അള്ളാഹു അല്ലാത്തവരോട് നമുക്കൊരു തേട്ടവുമില്ല, അള്ളാഹിനോട് മാത്രമുള്ള തേട്ടമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളയാണ് എൻ്റെ റോൾ മോഡൽ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ എനിക്ക് മാതൃകയായി സ്വീകരിക്കാൻ എൻ്റെ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ്റെ മാതൃകയിൽ ജീവിച്ച് ആ പ്രവാചകൻ്റെ കൂടെ അള്ളാഹിൻ്റെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഴി എന്താണെന്നറിയോ? ഓടി വന്നു സൗബാൻ. മുത്തുനബിയുടെ മുഖം കാണാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഓടി വരാൻ ഒരു സമയത്ത് ഇങ്ങനെ വന്നപ്പോൾ ഒരു അല്പം സങ്കടം മുഖത്ത്. എന്ത് പറ്റി സൗബാൻ റസൂലേ? എനിക്ക് ആഗ്രഹമുള്ളപ്പോൾ ഞാനിങ്ങനെ ഓടി വരലുണ്ട്, പക്ഷെ നാളെ പരലോകത്തെത്തിയാൽ അങ്ങേക്കല്ല സ്വർഗം തരുമെന്ന് ഉറപ്പാണ്. ഈ സൗബാൻ അല്ലാഹ് സ്വർഗം തരുമെന്നുള്ളത് അറിയില്ല. ഇനി അഥവാ സ്വർഗം തന്നാലും അങ്ങ് ഉന്നതമായ ദർജയിലാവൂലോ, എനിക്ക് എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റൂലല്ലോ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്. വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആര് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അവർ
പ്രവാചകന്മാരുടെ കൂടെയാണ്. അപ്പം നമുക്കനുസരിക്കാം. അള്ളാഹിൻ്റെ മുത്തുനബിയുടെ കൂടെ സ്വർഗം കിട്ടാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹുവെ സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. നരകത്തിൻ്റെ വിറകുകളാക്കി മാറ്റല്ലേ അല്ലാ. കുടുംബത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഅഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.